എന്തു പറ്റി ചേട്ടാ? എന്താന്നറിയില്ല മോളെ, വല്ലാത്ത തണുപ്പ് കുറച്ചിലും മോളെ കയ്യിലഴുക്കും. സാരല്ല, നല്ല പനിയുണ്ടല്ലോ. ഞാൻ മരുന്ന് തരാം. വെള്ളമുണ്ടോ ചേട്ടാ? ഇല്ല. നല്ല പനിയുണ്ട്. മരുന്ന് കഴിച്ചിട്ട് കുറഞ്ഞില്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്കൊന്ന് വരണേ. ദാ എന്നാ ഞാൻ പോട്ടെ. ഇപ്പൊ വരും മോനെ. മോൻ കിടന്നോ? അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോ ഒരു സാധനം കൊണ്ടുവരാം. അമ്മയുടെ പൊന്നുമോനല്ലേ, ഇത് കഴിക്ക്. എനിക്ക് വേണ്ടമ്മേ. അമ്മയ്ക്ക് ജോലിക്ക് പോണ്ടേ? ഇത് കഴിക്കു കുട്ടാ. എനിക്ക് മതി അമ്മേ. ഇത് മുഴുവൻ കഴിച്ചാലമ്മ മിഠായി വാങ്ങി തരാം. ഇത് കഴിക്കേ. അമ്മയുടെ പൊന്നുമോനല്ലേ, ഇത് കഴിക്ക്. എനിക്ക് വേണ്ട. അമ്മയുടെ മോൻ കഴിച്ചോട്ടോ. മോളെ, അമ്മയുടെ ഗുളിക തീർന്നു കേട്ടോ. ഞാൻ കൊണ്ടുവരാം അമ്മേ. അമ്മയുടെ ഉണ്ണി, അമ്മയുടെ മോ എണീറ്റോടാ. ഉണ്ണി, അമ്മ പാല് തരാട്ടോ.
സുധിയേട്ടാ. അമ്മ അമ്മ ഞാൻ ഫുള്ളും കഴിച്ചു. നല്ല കുട്ടിട്ടോ. ഉണ്ണിക്കുട്ട ഉണ്ണിയോട് തല്ലുകൂടരുത് കേട്ടോ. അച്ഛമ്മ പറയണ കേക്കണോട്ടോ. രാത്രി ആവട്ടെ കേട്ടോ. ആ മോള് ഇറങ്ങാറായ. അച്ഛന് നല്ല കാലുവേദനയുണ്ട്. ഡോക്ടറോടൊന്ന് പറഞ്ഞേക്കേട്ടാ. ഞാൻ പറയാച്ചാ, ഞാനെന്നാ ഇറങ്ങട്ടെ. ശരി. മനുവിൻ്റെ വീട്ടിൽ പോണ്ടേ? ഏയ്, അവിടേക്കൊക്കെ പിന്നെ പോവാം നമുക്ക്. ഹലോ, ആരാ? ഞാൻ ഡോക്ടർ അനുരാഗാണ്. ലിജി വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. ആ, എന്ത് സാർ? സുദീപ് ഫ്രീ ആണോ? ആ, കുഴപ്പമില്ല സാർ. സാർ പറ. അങ്ങനെയാണെങ്കിൽ ഹോസ്പിറ്റൽ വരെ ഒന്ന് വരാൻ പറ്റുമോ? അത്യാവശ്യം. ആ, വരാം സാർ. കയറാ. പ്ലീസ് കം. ചെല്ലാൻ പറഞ്ഞു. ആ, എന്ത് സാർ? സുധീരിക്കൂ. എന്താ സാർ വിളിപ്പിച്ചത്? സുധിക്ക് വിഷമമുണ്ടാവുന്നൊരു കാര്യം ഞാൻ പറയാൻ പോകുന്നത്. തളരാതെ കേൾക്കണം. എന്ത് സാർ? എന്തായാലും പറഞ്ഞു. ലിജി ഇന്ന് രാവിലെ തലകറങ്ങി വീണു. എന്നിട്ട് അവളിപ്പോൾ എവിടെയാ? അവൾക്ക് ഓർമ്മ വരും, പോവും. നല്ല പനിയുണ്ട്. കണ്ടീഷൻ കുറച്ച് മോശം. അതുകൊണ്ട് ICUല. 2 ദിവസമായി നല്ല ക്ഷീണവും പനിയുണ്ടായിരുന്നു. അതിനാൽ അവൾ ഉണ്ണിക്ക് പാല് വരെ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. തനിച്ച് അവൾ പായിൽ കിടക്കണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതാ ലീവ് എടുക്കാൻ. ഗുരുതരാവസ്ഥയിലുള്ളൊരു പേഷ്യൻ്റ് നോക്കാൻ ചുമതലയുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ വന്ന്. അതെ, ആ ചുമതല അവൾക്കായിരുന്നു. ഇന്നലെ രാത്രി 11 മണിക്ക് അയാൾ മരിച്ചു. ഓ, എന്തായിരുന്നു അസുഖം? ഈ അസുഖം എന്താണെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇതിനുള്ള ചികിത്സയും കണ്ടുപിടിച്ചിട്ടില്ല. ലിജിയുടെ ബ്ലഡ് റിസൾട്ടിലും ഇതേ അണുക്കൾ തന്നെയാണ് കാണുന്നത്. എനിക്ക് അവളെ ഒന്ന് കാണാൻ പറ്റുമോ? വെരി സോറി സുധി. പകർച്ചവ്യാധി ആയതുകൊണ്ട് ആരെയും അകത്തേക്ക് കടത്തിവിടാൻ പറ്റില്ല. ഇനിയൊരു മിറാക്കിൾ സംഭവിക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഡോക്ടറെ, പരമാവധി നോക്കൂ. എനിക്കൊന്ന് അവളെ കാണണം. സോറി സുധി. നിങ്ങളുടെ വീട്ടിലെ എല്ലാവരുടെയും ബ്ലഡ് ചെക്ക് ചെയ്യാം. സുധി, ഡാ. ഡാ. അവള് നമ്മെ വിട്ടു പോയി സുധി. സുധി, ഡാ. സുധി, ഡാ. സുധി.
എനിക്കതോടെ കാണാം. സുധി നിന്റെ മക്കൾക്ക് അമ്മയെ പോയിട്ടുള്ളൂ. അച്ഛനും കൂടെ പോയുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. Cool. സുധി എണീക്കടാ, എണീക്കടാ സുധി, എണീക്ക്. എൻ്റെ മോള് ആ രണ്ട് പിള്ളേരുടെ അവൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ആ കുട്ടിയുടെ ആശുപത്രി എന്നാലും അവസാനമായിട്ടൊന്നും കാണാൻ പറ്റിയില്ലല്ലോ. പറഞ്ഞിട്ട് എന്താ കാര്യം? പകർച്ചവ്യാധി ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ തന്നെ സംസ്കരിക്കാന്നാ പറഞ്ഞു. ഓ വല്ലാത്ത അച്ഛാ വാ, എന്താടാ അച്ഛൻ സാധനം കാട്ടി തരാ. എങ്ങോട്ടാ വാ അച്ഛാ, എങ്ങോട്ടാ? വാ. നോക്കിയച്ച അമ്മ ഫോട്ടോ മാത്രല്ല, എൻ്റെ ഉള്ളിൽ ഉണ്ണിയുടെ ഉള്ളിൽ അച്ഛൻ്റെ ഉള്ളിൽ. എന്ത് മഞ്ഞ അച്ഛമ്മനെ കാണാൻ.
നേരെ രാത്രിയായില്ലോ. ഉണ്ണിക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? അവൻ ഉറങ്ങി അമ്മ. എനിക്ക് വേണ്ട, തീരെ വിശപ്പില്ല. അമ്മ കഴിച്ചു കിടന്നു. എത്രയാന്ന് വെച്ചിട്ടാ മോനെ ഒന്നും കഴിക്കാതിരിക്കുക? നീ ഇങ്ങനെ തുടങ്ങിയ പിള്ളേരെ കാര്യം എന്താവും? നീ തന്നെ വേണ്ടേ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ? ലിജീന് എന്തായാലും തിരിച്ചു വരില്ല. അമ്മയുടെ മോൻ പറയണത് കേൾക്ക്. അമ്മയില്ലാത്ത സങ്കടം അറിയിക്കാതെ വേണം മോനെ ഇവരെ വളർത്താൻ. അവളെ ഞാൻ എങ്ങനെ മറക്കാനാവും? എന്റെ മക്കളെ ഒന്ന് എടുക്കാനും സ്നേഹിക്കാനും എനിക്ക് പറ്റില്ലല്ലോ ദൈവമേ. ഉറക്കണീറ്റ് മക്കൾ അമ്മയെ അന്വേഷിക്കുമ്പോ സുധേട്ടൻ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും? എന്റെ കുഞ്ഞിന് പാല് നൽകും കഴിയില്ലല്ലോ. എന്തിനാ ദൈവമേ എന്നെ സുധേട്ടനിൽ നിന്നും മക്കളിൽ നിന്നും അകറ്റിയത്? ഇത്ര വലിയ ശിക്ഷ തരാൻ ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്?